good morning. How are you? All are you fine? Okay. അപ്പോൾ എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ട് നിൽക്കുമല്ലേ ചെയ്യുന്നേ അല്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ എത്ര വരെ പഠിച്ചു നമ്മൾ പറഞ്ഞേ നോക്കട്ടെ. A B C D E F G H I J K L M അല്ലേ? M വരെ നമ്മൾ പഠിച്ചു അല്ലേ? പിന്നെ അടുത്ത ലെറ്റർ നമുക്ക് പഠിക്കാനുള്ളത് ഏതാ? N. എന്നുള്ള അക്ഷരമാണ് പഠിക്കേണ്ടത്. പക്ഷെ അതിന് മുന്നേ നമുക്കൊരു കളി കളിച്ചാലോ? ഇഷ്ടമല്ലേ മക്കൾക്ക് കളിച്ചോണ്ട് പഠിക്കാൻ അല്ലേ? അപ്പൊ ടീച്ചർ പറയുന്ന പോലെ ചെയ്യണേ. സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? എന്താ? നിങ്ങൾ ഇരുന്നിട്ടാ ഉള്ളതെങ്കിൽ അത് എണീച്ച് നിൽക്കുന്നത് അല്ലേ? സ്റ്റാൻഡിങ്. എണീച്ച് നിൽക്കുന്നതിനാണ് എന്ത് പറയാ? സ്റ്റാൻഡിങ്. ഇപ്പൊ ടീച്ചർ ഇപ്പൊ എന്താ ചെയ്യുന്നേ? നിൽക്കുവല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിന് പറയുന്നതാണ് എന്ത്? സ്റ്റാൻഡിങ്. പിന്നെയോ അടുത്തത് എന്തായിരിക്കും അപ്പം? സിറ്റിംഗ്. സിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? നിങ്ങളിപ്പോ നിന്നോണ്ടാണോ ഇരിക്കുന്നേ? അല്ലല്ലോ, നിങ്ങൾ ഇരുന്നിട്ടല്ലേ ഉള്ളത്. അപ്പൊ ഇരിക്കുന്നതിന് പറയുന്നതാണ് എന്ത്? സിറ്റിംഗ്. അപ്പൊ സ്റ്റാൻഡിങ് എന്ന് വെച്ചാല് സ്റ്റാൻഡ് അപ്പ്. എണീച്ച മക്കളെ? സ്റ്റാൻഡ് അപ്പ് എന്ന് വെച്ചാൽ എണീക്കുക. സിറ്റിംഗ് എന്ന് വെച്ചാല് അല്ലെ സിറ്റ് ഡൗൺ എന്ന് വെച്ചാൽ എന്താ? ഇരിക്കുക. അടുത്തത് എന്താണെന്നറിയോ? ഹാൻഡ്സ് അപ്പ്. എന്താ? ഹാൻഡ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? കൈ അല്ലേ നമ്മൾ പഠിച്ചതല്ലേ? അപ്പൊ ഹാൻഡ്സ് അപ്പ് എന്ന് വെച്ചാൽ എന്താ? രണ്ട് കൈയും പൊന്തിക്കുക. ഹാൻഡ്സ് അപ്പ്. കിട്ടിയോ മക്കൾക്ക്? ചെയ്തെല്ലാരും ഹാൻഡ്സ് അപ്പ് ചെയ്തേ? യെസ്, ഹാൻഡ്സ് അപ്പ് അല്ലേ? ഇനി അടുത്തത് എന്താ അറിയോ? ടേൺ അറൗണ്ട്. ടേൺ അറൗണ്ട് എന്ന് വെച്ചാല് വട്ടം കറങ്ങുക. കണ്ടോ? ടീച്ചർ ഇപ്പൊ കറങ്ങിയത് കണ്ടോ? അതുപോലെ ഒന്ന് ചെയ്തേ. ഓൾ സ്റ്റാൻഡ് അപ്പ്. സ്റ്റാൻഡ് അപ്പ് എല്ലാരും. എന്നിട്ട് ഒന്ന് ടേൺ അറൗണ്ട് ചെയ്തേ. ഒന്ന് കറങ്ങി എല്ലാരും. അതാണ് എന്ത്? ടേൺ അറൗണ്ട്. വട്ടം കറങ്ങുക. ചെയ്തില്ല എല്ലാരും? ശരിയായില്ലേ? യെസ്. ഇനി സിറ്റ്. ഇരിക്കുക. അടുത്തത് എന്താ? ലാഫിങ്. എന്താണ്? ലാഫിങ്. നമ്മൾ പൊട്ടിച്ചിരിക്കൂലേ അല്ലെ? നമ്മൾ ഒച്ചയെടുത്ത് ചിരിക്കൂലേ? എന്തെങ്കിലും ഒരു കാര്യം കണ്ടാല്, ചിലപ്പോ സിനിമയിൽ എന്തെങ്കിലും കോമഡി കണ്ടാലോ അല്ലെ നിങ്ങൾ തന്നെ എന്തെങ്കിലും കോമഡി ഒക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒച്ചത്തിൽ ചിരിക്കൂലേ? നമ്മൾ ഒച്ചയാക്കിയിട്ട് ചിരിക്കില്ലേ? ചിരിച്ചേ എല്ലാരും മക്കള് ചിരിച്ചേ നോക്കട്ടെ. ഒച്ചത്തിയാക്കി ചിരിച്ചേ. അതാണ് എന്ത്? ലാഫിങ്. എന്താണ്? ലാഫിങ്. അപ്പൊ അതുപോലെ തന്നെ കരയുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ കരയില്ലേ അല്ലേ? അത് ഒച്ചയെടുത്തിട്ട് നമ്മൾ കരയില്ലേ? കരയുന്നതിന് പറയുന്നത് ക്രൈയിങ്. എന്താണ്? ക്രൈയിങ്. കിട്ടിയോ? ലാഫിങ് വെച്ചാല് ഒച്ചത്തിൽ ചിരിക്കും. അപ്പൊ ഒച്ച ഇല്ലാണ്ട് ചിരിക്കുന്നതിന് എന്ത് പറയും? സ്മൈൽ. എന്താണ്? സ്മൈൽ. പിന്നെ കരയുന്നതിന് എന്ത് പറയും? ക്രൈയിങ്. കിട്ടിയോ? യെസ്. അടുത്തത് എന്താ? റൈറ്റിംഗ്. എന്താണ്? റൈറ്റിംഗ്. റൈറ്റിംഗ് എന്ന് വെച്ചാല് എഴുതുന്നത് അല്ലെ? നമ്മൾ ബുക്കിലൊക്കെ എഴുതുന്നില്ലേ? അതിനാണ് എന്ത് പറയാ? റൈറ്റിംഗ്. അപ്പൊ റൈറ്റിംഗ് മാത്രം മതിയോ? നമ്മൾ എന്തും കൂടെ ചെയ്യണം? വായിക്കും കൂടെ വേണ്ടേ അല്ലേ? അപ്പൊ വായിക്കുന്നതിന് എന്ത് പറയും? റീഡിങ്. എന്താണ്? റീഡിങ്. റൈറ്റിംഗ്, റീഡിങ്. കിട്ടിയോ? അപ്പം ഇത് കൂടാണ്ട് വേറെയും കുറേ വാക്കുകളുണ്ട്. നമ്മൾ സ്കൂളിലാകുമ്പോൾ ടീച്ചർ കുറേ കാര്യങ്ങൾ നിങ്ങളെ ചെയ്യിപ്പിക്കട്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ നിങ്ങൾ ഇതിനകത്തുള്ളത് മാത്രം ചെയ്താൽ മതി. ഓക്കെ. ഇത് കൂടാതെ കുറേ ഉണ്ട്. ഡാൻസിങ്, സ്വിമ്മിങ്. സ്വിമ്മിങ് എന്ന് വെച്ചാൽ എന്താ? നീന്തുക അല്ലെ? പ്ലേയിങ്, കളിക്കുക. ഈറ്റിംഗ്, ഡ്രിങ്കിങ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ അതൊന്നും ഇപ്പൊ നിങ്ങൾ ചെയ്യണ്ട. വീട്ടിൽ നിന്ന് മാത്രം നിങ്ങൾ മാത്രല്ലേ ഉള്ളൂ. സ്കൂളിലാകുമ്പോൾ നിങ്ങൾ കൂട്ടുകാരെല്ലാവരും ഉണ്ടാവുമ്പോ അത് കളിക്കാനൊരു രസം ഉണ്ടാവട്ടെയായിരുന്നു. പക്ഷെ എന്ത് പറ്റില്ല, ചെയ്യാൻ പറ്റൂല അല്ലേ? എന്ത് ചെയ്യാ? ഇതിലുള്ളത് മാത്രം ചെയ്യാം. ഫസ്റ്റ് എന്തായിരുന്നു? സ്റ്റാൻഡിങ്, പിന്നെ സിറ്റിംഗ്, പിന്നെ ഹാൻഡ്സ് അപ്പ്, ടേൺ അറൗണ്ട്, ലാഫിംഗ്, റൈറ്റിംഗ്, ക്രൈയിങ്, റീഡിങ്. കിട്ടിയോ? ഇത് അത്രയേ ഉള്ളൂ. 8 വാക്കുകളേ ഉള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യാ? നല്ലപോലെ പഠിക്കുക. കളിച്ചുകൊണ്ട് തന്നെ പഠിച്ചാൽ ഓർമ്മയുണ്ടാവും. സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നിൽക്കുക, സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക, പിന്നെ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഴുതുക, റീഡിങ് വെച്ചാൽ
വായിക്കുക. ടേൺ അറൗണ്ട് എന്ന് വെച്ചാല് വട്ടം കറങ്ങുക. ഹാൻഡ്സ് കൈ ഉയർത്തുക. പിന്നെ എന്തായിരുന്നു? ലാഫിങ്ങും ക്രൈയും അല്ലെ, ചിരിക്കുന്നതും കരയുന്നതും. അപ്പൊ ഇതെന്ത് ചെയ്യണം മക്കള്? പഠിക്കണം. ഈ വാക്കുകൾ പഠിക്കണം. ഓക്കെ, യെസ്. അടുത്ത ലെറ്റർ പഠിക്കാനി. അടുത്തത് എന്താണ്? എൻ അല്ലേ? അടുത്ത ലെറ്റർ ഏതാണ്? എൻ. അപ്പൊ എന്നിന് വരുന്ന വാക്ക് ഏതൊക്കെയാന്ന് നോക്കാം. അതിനു മുന്നേ എൻ എഴുതാൻ നോക്കണ്ടേ? എങ്ങനെയാ എൻ എഴുതേണ്ടത്? എം എഴുതുന്നതിന്റെ പകുതിയെ വേണ്ടു കഴിഞ്ഞ് എൻ. നോക്കിക്കോ, ഇതാണ് എന്ത്? എൻ. ഇതിങ്ങോട്ട് താഴ്ത്തിയാൽ എന്തായി? എം ആവും. പക്ഷെ അത് വേണ്ട, നമുക്ക് എത്രയും വേണ്ടുക? ഇത്രയും വേണ്ടു. ഇതാണ് എന്ത്? ക്യാപിറ്റൽ ലെറ്റർ എൻ. അതേപോലെ തന്നെയാണ് സ്മോൾ ലെറ്ററും എമ്മിന്റെ പകുതി. കണ്ടോ? ഇതൊരു റായി കൂടെ വെച്ചാല് എം ആവും. പക്ഷെ അത് വേണ്ട, നമുക്ക് എത്രയും വേണ്ടു? ഇതിന്റെ പകുതിയെ വേണ്ടു. അപ്പൊ ഇതാണ് എന്ത്? സ്മോൾ ലെറ്റർ എൻ. കിട്ടിയില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, വിഷമമൊന്നുമില്ലല്ലോ എഴുതാൻ. എം പഠിച്ചോണ്ട് എളുപ്പമാണല്ലേ? എം എഴുതുന്ന പോലെ എം നമ്മളിങ്ങനെ മേലെയും താഴോട്ടേക്കായിരുന്നു എഴുതിയത്. പക്ഷെ എൻ എഴുതുമ്പോ എന്ത് ചെയ്യണം? താഴെന്ന് മേലോട്ട് പോയി, പിന്നെയും താഴോട്ട് വന്നു, പിന്നെ മേലെ. കിട്ടിയില്ലേ? സ്റ്റാൻഡിങ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ. ഓക്കെ, സ്മോൾ ലെറ്റർ ഇതിൻ്റെ ഉള്ളിൽ അത് എം എഴുതിയ അതേപോലെ തന്നെ. കിട്ടിയില്ലേ? അല്ലേ? യെസ്. പിന്നെ അതിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയാ നോക്കാം. ഫസ്റ്റ് ഏതാണ്? എൻ ഫോർ നെസ്റ്റ്. എന്താണ്? എൻ ഫോർ നെസ്റ്റ്. എൻ ഫോർ നെറ്റ്. എൻ ഫോർ നിബ്. എൻ ഫോർ നെയിൽ. എൻ ഫോർ നോസ്. കിട്ടിയോ? എൻ ഫോർ നെസ്റ്റ്. നെസ്റ്റ് എന്ന് വെച്ചാല് പക്ഷികളുടെ ഒക്കെ കൂട്. നമ്മളെ കാക്കേന്റെയും തത്തേന്റെയും അതിന്റെ ഒക്കെ കൂടില്ലേ, മരത്തിന്റെ മേലെ കെട്ടുന്ന കൂടില്ലേ, കുഞ്ഞു കുഞ്ഞു പക്ഷികളൊക്കെ നമ്മൾ മരത്തുമ്മലെല്ലാം കൂട് കെട്ടിയിട്ട് കാണലില്ലേ? ഒന്നുമില്ലേ, കാക്കേന്റെ കൂട് കാണലില്ലേ നമ്മള്? അപ്പൊ അതിനെയാണ് എന്ത് പറയാ? നെസ്റ്റ്. പക്ഷികളുടെ വീട്ടിന് പറയുന്ന പേരാണ് എന്ത്? നെസ്റ്റ്. അടുത്തത് എന്താണ്? നെറ്റ്. നമ്മൾ പഠിച്ചതാണല്ലേ, മലയാളത്തിൽ വല പഠിച്ചിട്ടില്ലേ, മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത് വെച്ചിട്ട്. അത് തന്നെയാണ് ഏത്? നെറ്റ്. ഇതിനെ അധികം പറയണ്ടല്ലോ, നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിനെയാണ് എന്ത് പറയാ? നെറ്റ്. ഓക്കെ, അടുത്തത് എന്താ? നിബ്. നിബ് എന്ന് വെച്ചാല് നമ്മുടെ പെന്നിന്റെ അറ്റത്ത് നമ്മൾ എഴുതുന്ന മഷി വരുന്ന ആ സാധനം. നമ്മൾ എഴുതി കൊണ്ടാണോ എഴുതുന്നത്, ആ മൊന പോലെയുള്ള സാധനത്തിനെയാണ് എന്ത് പറയാ? നിബ്. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പെന്നിനെ കൊണ്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് എന്താ? നെയിൽ. നെയിൽ എന്ന് വെച്ചാൽ എന്താണ്? നഖം അല്ലെ? അതും മലയാളത്തിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഇത് രണ്ടും നമ്മള് മലയാളത്തിൽ പഠിച്ചതാണ് അല്ലെ? നഖവും പഠിച്ചതാണ്, വലയും പഠിച്ചതാണ് അല്ലെ? നെറ്റും നെയിലും. ഓക്കെ, അടുത്തത് എന്താ? നോസ്. നോസ് എന്താണ്? യെസ്, മൂക്കല്ലേ? ഇത് പഠിച്ചതല്ലേ? പാർട്സ് ഓഫ് ബോഡിയിൽ പഠിച്ചതല്ലേ? നോസ്. നോസ് എന്തിനാ? നമുക്ക് മണം അറിയാനും ശ്വസിക്കാനും അല്ലേ? അല്ലേ? ഇതിന് വേണ്ടിട്ടല്ലേ എന്ത്? നോസ് അല്ലേ? ഇപ്പൊ എന്താ ചെയ്യുന്നത്? എല്ലാരും നോസും വായും ഒക്കെ പൊത്തിയിട്ടാണ് നടക്കുന്നത് അല്ലേ? പുറത്തൊക്കെ പോകുമ്പോ നമ്മള് മാസ്ക് ഇട്ടിട്ടല്ലേ പോന്നെ? എന്തിനാ മാസ്ക് ഇടുന്നത്? ഇതിലെ കൂടിയാണ് വേഗം രോഗാണുക്കള് കയറുന്നത് അല്ലേ? അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് മൂക്കും വായും ഒക്കെ പൊത്തിയിട്ട് പുറത്തു പോകുന്നത് അല്ലേ? യെസ്. അപ്പൊ ഒന്നും കൂടെ നോക്കും മക്കള്. N for nest, N for net, N for nib, N for nail, N for nose. കിട്ടിയോ മക്കൾക്ക്? യെസ്. അപ്പൊ എന്ത് ചെയ്യണം? നല്ലതുപോലെ വായിക്കണം. ഇതിൽ വിഷമമുള്ള വാക്കുകൾ ഒന്നുമില്ല. അപ്പൊ എന്തെന്നാലും എല്ലാവരും നല്ല വൃത്തിക്ക് വായിച്ചിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. ഇപ്പൊ അയച്ചു തരലെല്ലാം കുറവാണ് നിങ്ങള്. അപ്പൊ അങ്ങനെ ആകാൻ പാടില്ല. മക്കൾ എന്ത് ചെയ്യണം? മടിയൊന്നും കൂടാണ്ട് ചെയ്യണം. ഓക്കെ, എന്നാലല്ലേ ഇനി അടുത്ത കൊല്ലം സ്കൂളിന് ഇത്രയും പോവുള്ളൂ. അടുത്ത കൊല്ലം പോയാല് എഴുതാനൊക്കെ കിട്ടണ്ടേ? അതിനൊക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ നല്ല വൃത്തിക്ക് പഠിക്കണം. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ എൻ എഴുതണം അല്ലേ? അവിടെ ക്യാപിറ്റൽ എൻ എഴുതുക, പിന്നെ സ്മോൾ ലെറ്റർ എൻ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യാം? ക്യാപിറ്റലിന്റെ സ്മോളിനും സർക്കിൾ വരക്കാം. എന്നിട്ടോ നമ്മുടെ വർക്ക് ബുക്കിലും കോപ്പിയിലും കൂടെ എഴുതണം.
കോപ്പിയിൽ തന്നെ എഴുതാനായില്ല. അതിന് മുന്നേ ആദ്യത്തെ 4 അക്ഷരം ഒന്നും കൂടെ എഴുതാനുണ്ട്. ടീച്ചർ പറയും, അതിന് ശേഷം കോപ്പിയിനകത്ത് എഴുതണം. ഓക്കെ, അപ്പം ഇത് വായിച്ചിട്ടും ഇത് ചെയ്തിട്ട് ടീച്ചർക്ക് വേഗം അയച്ചു തരണം. കോപ്പി ബുക്കിൽ എഴുതാൻ തിരക്കാക്കണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞതിന് ശേഷമേ എഴുതണം. ഓക്കെ, വർക്ക് ബുക്കിൽ എഴുതുമ്പോൾ കോപ്പിയിൽ ഇപ്പൊ എഴുതണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അയച്ചു തരാം. ഒരാളും മടി പിടിച്ചിരുന്നൂടാ. എല്ലാവരും നല്ല മക്കളായിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. ഓക്കെ, ടീച്ചർ ക്ലാസ് നിർത്തുവാണ്. ബൈ.